ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ SCERT പാഠഭാഗങ്ങളിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശില്പികൾ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശില്പികൾ. ഉത്തരം ഹരിഹരൻ ബുക്കൻ. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശില്പികൾ ആരായിരുന്നു? ഹരിഹരൻ ബുക്കൻ. അടുത്ത ചോദ്യം, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഉത്തരം ഹംപി. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? ഹംപി. ഹംപി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹംപി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം കർണാടക. അപ്പോൾ ഹംപി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. അടുത്ത ചോദ്യം, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രശസ്തനായ ഭരണാധികാരി. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരി. ഉത്തരം കൃഷ്ണദേവരായർ. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? കൃഷ്ണദേവരായർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കാപ്പിക്കുരു കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ആദ്യമായി കാപ്പിക്കുരു കൊണ്ടുവന്നത്. ഉത്തരം ബാബാ ബുദാൻ എന്ന മുസ്ലിം പുരോഹിതൻ. ഇന്ത്യയിൽ ആദ്യമായി കാപ്പിക്കുരു കൊണ്ടുവന്നത് ബാബാ ബുദാൻ എന്ന മുസ്ലിം പുരോഹിതൻ. അടുത്ത ചോദ്യം, ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഡൽഹി. എവിടെയാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി. അടുത്ത ചോദ്യം, ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. ഉത്തരം ഷാജഹാൻ. ആരാണ് ചെങ്കോട്ട പണി കഴിപ്പിച്ചത്? ഷാജഹാൻ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന ചരിത്ര സ്മാരകം. സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന ചരിത്ര സ്മാരകം. ഉത്തരം ചെങ്കോട്ട. അപ്പോൾ എവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്നത്? ചെങ്കോട്ട. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രം. ഉത്തരം പസഫിക് സമുദ്രം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രം പസഫിക് സമുദ്രം. അടുത്ത ചോദ്യം, പസഫിക് സമുദ്രം എന്ന പേരു നൽകിയത്. പസഫിക് സമുദ്രം എന്ന പേരു നൽകിയത്. ഉത്തരം ഫെർഡിനൻഡ് മെഗല്ലൻ എന്ന സഞ്ചാരി. പസഫിക് സമുദ്രം എന്ന പേര് നൽകിയത് ഫെർഡിനൻഡ് മെഗല്ലൻ എന്ന സഞ്ചാരി. അടുത്ത ചോദ്യം, പസഫിക് എന്ന വാക്കിനർത്ഥം. പസഫിക് എന്ന വാക്കിന് അർത്ഥം. ഉത്തരം ശാന്തം. പസഫിക് എന്ന വാക്കിനർത്ഥം ശാന്തം. ലാൽ കില എന്നറിയപ്പെടുന്നത്. ലാൽ കില എന്നറിയപ്പെടുന്നത്. ഉത്തരം ചെങ്കോട്ട. അപ്പോൾ ലാൽ കില എന്നറിയപ്പെടുന്നത് ചെങ്കോട്ട. അടുത്ത ചോദ്യം, വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സമുദ്രം. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സമുദ്രം. ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. അടുത്ത ചോദ്യം, എസ് എന്ന ആകൃതിയിലുള്ള സമുദ്രം. എസ് എന്ന ആകൃതിയിലുള്ള സമുദ്രം. ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം. എസ് എന്ന ആകൃതിയിലുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത. ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രപാത. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത അറ്റ്ലാന്റിക് സമുദ്രപാത. അടുത്ത ചോദ്യം, ലോക സമുദ്രദിനം. ലോക സമുദ്രദിനം. ഉത്തരം ജൂൺ 8. ലോക സമുദ്രദിനം ജൂൺ 8. അടുത്ത ചോദ്യം, വടക്കൻ കേരളത്തിലെ അനുഷ്ഠാന കലാരൂപം. വടക്കൻ കേരളത്തിലെ അനുഷ്ഠാന കലാരൂപം. ഉത്തരം തെയ്യം. വടക്കൻ കേരളത്തിലെ അനുഷ്ഠാന കലാരൂപം തെയ്യം. അടുത്ത ചോദ്യം, അടയാളം കൊടുക്കൽ എന്നത് ഏത് അനുഷ്ഠാന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടയാളം കൊടുക്കൽ എന്നത് ഏത് അനുഷ്ഠാന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം തെയ്യം. അടയാളം കൊടുക്കൽ എന്നത് ഏത് അനുഷ്ഠാന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തെയ്യം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകം രചിച്ചത്. പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകം രചിച്ചത്. ഉത്തരം E.B. ടൈലർ. പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകം രചിച്ചത് E.B. ടൈലർ.
അടുത്ത ചോദ്യം, ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം രാജസ്ഥാൻ. ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ഉത്തരം പാമീർ പീഠഭൂമി. അടുത്ത ചോദ്യം, മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഉത്തരം മൗസിം എന്ന അറബ് പദത്തിൽ നിന്ന്. അടുത്ത ചോദ്യം, മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണം. മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണം. ഉത്തരം ഹിമാലയം ആൽപ്സ്. മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണം ഹിമാലയം ആൽപ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. ഉത്തരം മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ഉത്തരം ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുര. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകത ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുര. അടുത്ത ചോദ്യം, ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഉത്തരം സിന്ധു നദീതട സംസ്കാരം. ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേര് സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ SCERTയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പോയിൻറ്റ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.